ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is writetourish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് CV ബ്ലാക്ക് ലിസ്റ്റിംഗ്. നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും ഞാൻ പല സൈഡിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ CV ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആവും. ബ്ലാക്ക് ലിസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ CV പിന്നെ ഒട്ടും പ്രോഗ്രസ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾക്ക് റിജക്ഷൻസും ചിലപ്പോൾ വരത്തില്ല. നമ്മളിപ്പോൾ റോൾസിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് വി ഡോണ്ട് ഗെറ്റ് റിജക്ഷൻസ്, വി ഡോണ്ട് ഗെറ്റ് എനി റെസ്പോൺസ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോസ് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആവുമെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡിയൊക്കെ നടത്തി എനിക്ക് പരിചയമുള്ള റിക്രൂട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മിത്താണ്. ലൈക്ക് ദർ ഇസ് നോ റിയൽ ബ്ലാക്ക് ലിസ്റ്റ്. ബ്ലാക്ക് ലിസ്റ്റിംഗ് അല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ CV ചിലപ്പോൾ ഫ്ലാഗ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജോബ് എക്സ്പീരിയൻസസ് മാറ്റും, വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പേരും നാളും അല്ലാതെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഇയേഴ്സും ഡേറ്റ്സും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി, നമ്മുടെ ഡെസിഗ്നേഷനൊക്കെ മാറ്റി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ CV ചിലപ്പം ഒരേ ഡേറ്റാബേസിൽ തന്നെ ഒരേ പേരുള്ള 2 റോൾ ഡിസ്ക്രിപ്ഷൻസ് ഉള്ള CV അവർക്ക് കിട്ടും. ശരിയല്ലേ? 2 ടൈറ്റിൽസ്, അങ്ങനെ പൊരുത്തക്കേടുകൾ അവർ കാണുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ CV അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദേ ക്യാൻ പുട്ട് കമൻറ്റ്സ് ആൻഡ് സേ ദാറ്റ് ഈ CV പറ്റിയുള്ള അവർക്ക് ഒരു ജനറൽ ഒരു ഐഡിയ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ ഒന്ന് ഫ്ലാഗ് ചെയ്ത് വെക്കും. അപ്പോൾ കഴിവതും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നൊരു മിത്താണ്. ലൈക്ക് ദർ ഇസ് നോ യൂണിവേഴ്സൽ സിസ്റ്റം ഇൻ ന്യൂസിലാൻഡ് ദാറ്റ് മാനേജസ് ഓൾ ദ CVs അക്രോസ് ഡിഫറെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ദർ ഇസ് അനദർ തിങ് കോൾഡ് ഫ്ലാഗിങ്. നമ്മുടെ CV പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ CV ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിക്ക് പകരം ഫ്ലാഗ്ഡ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആൻഡ് കീപ് ഓൺ കോർ ട്രൂത്ത്. സോ ദിസ് ഇസ് ഇറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെന്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. ബൈ. Small steps, big wins.